ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോയ ഒരു സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അവിടെ ഒരു ഉരുൾപൊട്ടലിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതും ഇപ്പോഴുള്ള അവസ്ഥയായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളതാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കൂടുതലായിട്ടും വരെ ആരും അറിയപ്പെടാത്ത മലനിരകൾ, അതുപോലെ തന്നെ നല്ല ഓഫ് റോഡ് അങ്ങനത്തെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് 2 ദിവസത്തെ റൈഡിനാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ കക്കാടംപോയിലായിരുന്നു. എന്താ പറയുക, മൊത്തത്തിലൊരു ഓഫ് റോഡ് മയമായിരുന്നു കേട്ടോ. ഫുൾ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒരു 100% ഓഫ് റോഡ് ട്രാക്ക് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിനുശേഷം ഇത് നമ്മുടെ ഡേ 2 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അധികം അറിയപ്പെടാത്ത ഒരു ഓഫ് റോഡ് ട്രാക്ക്, ചെറിയൊരു വാട്ടർഫാൾ. അവിടെ നമുക്ക് ഇറങ്ങി മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ചില്ലായിട്ട് പോരാന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ വാട്ടർഫാൾ ഉണ്ടാവും, വാട്ടർ ക്രോസ് ഉണ്ടാവും, റിലാക്സിങ് ഉണ്ടാവും. നമ്മുടെ പോലത്തെ ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ മച്ചന്മാരെ സംസാരിച്ച് സമയം കളയാനുള്ള നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. മച്ചന്മാരെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്പലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഫേമസ് അല്ലാത്ത ഒരു നീലി വാട്ടർഫാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു ഓഫ് റോഡാണ്. ബട്ട് ഒരു ചെറിയ ട്രിപ്പാണ് കേട്ടോ, അതേ ദൂരമൊന്നും ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് അമ്പലപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഗ്രാമമാണെന്ന് പറഞ്ഞ്, പക്ഷെ അവിടെയൊക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പുഴയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്, കാരണം നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് പറഞ്ഞു. ഈ ഒരു പുഴ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഈ ഒരു പുഴ തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് വെച്ചിട്ടല്ല കേട്ടോ, നമ്മൾ ആ കാണുന്ന ഒരു പാലത്തിൽ കൂടെ കയറി പോകണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബൈക്കും കാര്യങ്ങളെല്ലാം അപ്പുറം പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്യാമറമാൻ കുറച്ച് പേടിച്ചാണ് വന്നത്, അതുകൊണ്ടാണ്. ഇതിൽ ഈ വെള്ളത്തിലെ ഒരു കളർ തന്നെയൊക്കെ ഒരു ഗ്രീൻ കളറിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ പാട്ട ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കത്തിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അങ്ങോട്ടുള്ള വഴി കേട്ടോ. ഓഹോ, അപ്പോൾ കഴിച്ച് ഇതിൻ്റെ റോഡിൽ വട്ടം ചിലപ്പം എർത്ത് കമ്പി കെട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണമെന്നാണ് പ്രാവശ്യം പറഞ്ഞത്. പിന്നെ ഇവിടെ ഫുള്ളി ആന ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ മറ്റൊരു സംഭവമാണ്. വാ പോവാം. അപ്പം അങ്ങനെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയാണ് കേട്ടോ. ഇത് അത്ര ഈസി അല്ല. ഇവിടെ നമ്മുടെ പയ്യന്മാർ പോയപ്പോൾ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്കെന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം. യെസ്, അത്യാവശ്യം നല്ല കിടിലൻ. നോക്കി ഉരുളക്കല്ലൊക്കെ ആയിട്ട് അടിപൊളി കേട്ടോ. വാവ്, ഷോക്കിനൊക്കെ ഒരു ഒരാന പന്നിപ്പടക്കം കഴിച്ച് മരിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു അല്ലേ, കുട്ടിയാന ഉണ്ടായിരുന്നല്ലേ. ആ ഒരു സംഭവം നടന്ന സ്ഥലമാണ് കേട്ടോ അവിടെ. ഡിയോയോ, എൻ്റെ പൊന്നെ, ഡിയോയ്ക്ക് ഉണ്ട് കേട്ടോ നമ്മളിവിടെ. എൻ്റെ മോനെ മാസ്. വീഴ്ചയ്ക്കൊക്കെ ഉള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. വളരെ വീതി കുറഞ്ഞ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തോടുള്ള വഴികളിലൂടെയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകാനായിട്ടുള്ളത്. അത്ര വലിയ ഓഫ് റോഡൊന്നും ഇല്ലെങ്കിലും കയറി പോകാനായിട്ട് ചെറുതായിട്ടൊന്നും നമ്മൾ പാടുപെടും.
അയ്യോ. ഫ്രണ്ടിലൊരു മരം കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഭീകര ടാസ്ക്. ദിസ് ഈസ് ദ റിയൽ വൈൽഡ്. ഈ സൈഡിലുള്ള കമ്പികളൊക്കെ എർത്ത് കമ്പികളാണ് കേട്ടോ. ബിക്കോസ് ഇവിടെ ഒത്തിരി ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. മേ ബി അതിൽ കറണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കര ഒരു വൈൽഡായിട്ടുള്ള ട്രാക്ക് പോലെ ഉണ്ട് കേട്ടോ. ബിക്കോസ് ഒന്നൊരു ഡാർക്ക് ഫോറസ്റ്റ്, പിന്നെ ലൈക്ക് ആസ് യൂഷ്വൽ വണ്ടി പോവാത്ത ട്രാക്ക്. ഒരു കിഡിലോസ്കി വാട്ടർ ക്രോസ്. എവിടെ? ആ, വട്ടമുണ്ട്. വട്ടം കെട്ടിയിട്ടുണ്ടോ? കുനിഞ്ഞു വേണം. അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. ആ, അയ്യോ അയ്യോ, അവിടെ അത്യാവശ്യം ആളുണ്ട് കേട്ടോ. അത്യാവശ്യം ആളുണ്ട്. ആ, ഏ ഏ ഓ, കല്ലിടണോ? ആ, യെസ്. എൻ്റെ പൊന്നോ, യെസ്. കയറി. സ്ട്രഗ്ലിങ്. ഭാഗ്യം, നമ്മുടെ സ്ലിപ്പറിൻ്റെ ഗിയർ റോഡ് പോയി. അപ്പം പുള്ളി ടേപ്പിട്ട് കെട്ടി വെച്ചേക്കണാണ് കേട്ടോ ഇത്. ഓഫ് റോഡ് മൈൻഡുണ്ട്, പിന്നെ ഏത് വണ്ടിയും കയറും. പക്ഷേ ഈ ഡിയോ കയറുന്ന സംഭവിക്കണോട്ടോ. ബിക്കോസ് ഇത് അത്ര ഈസി ട്രാക്കൊന്നുമല്ല. അത്യാവശ്യം നല്ല ടഫുള്ള ട്രാക്ക് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഹി ഈസ് മാനേജിങ്. സംഭവിക്കണം അവന്മാരെ. വൈബാണ് മാറേ. മലപ്പുറം നമ്മൾ നിർത്തുന്നില്ല. യുദ്ധം തുടരട്ടെ. ഇതെടുത്തോ. എന്ത് രസം നോക്കി ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്.
അങ്ങ് അപ്പുറം ഒരു വലിയ മല, അതിൻ്റെ അടിയിലുള്ളൊരു താഴ്വാരം, അതിൽ നമ്മൾ കുറച്ച് ബൈക്കേഴ്സ്. വാ, ഈ ഒരു വൈബ് പറഞ്ഞതുപോലത്തെ അൺനോൺ ഓഫ് റോഡ് അടിക്കുമ്പോൾ മാത്രം. രണ്ടൊക്കെ ഭംഗി തിട്ടുള്ളൂ കേട്ടോ. മുകളിൽ നിന്നൊരു വാട്ടർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആ ഒരു വാട്ടർഫാളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വീണ്ടും ഒരു ചെറിയ റിവർ ക്രോസ് പോലെ കാണുന്നുണ്ടല്ലോ. ഇവിടെ കമ്പി കുനിഞ്ഞു പോകണം കേട്ടോ. കമ്പി അല്ലെ കഴുത്തേക്ക് കയറി പിടിക്കും. ഡേഞ്ചർ. ഈ ഒരു കമ്പിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബിക്കോസ് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് തലയിൽ കയറിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വൻ സീനാവും. ഇത് വീണ്ടും മരമൊക്കെ ഓട്ടിക്കിടക്കുന്നു. ആ മരത്തിൻ്റെ മുന്നിലുള്ള ഒരു കല്ലിൽ കൂടെ മുകളിൽ കൂടെ എമ്പടിക്കും പോകുന്നു. അടുത്ത ക്രോസിംഗ് ആണ് കാണുന്നത്. എൻ്റെ പൊന്ന്, ഈ ഒരു കമ്പിയാട്ടോ ഞാൻ പറഞ്ഞ ആദ്യം. തലയിട്ട് ചെറുതായിട്ട് മൈക്കോ, എൻ്റെ പൊന്ന് ടാസ്ക്. സോ നമുക്ക് മുന്നിലൊരു ടാസ്ക് കിട്ടിയേക്കാണ്. ഒരു വലിയൊരു റബ്ബർ മരം ഒടിഞ്ഞു വീണേക്കോ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ റബ്ബർ മരം മാറ്റേണ്ടി വരും. സോ വി ഹാവ് അനദർ ടാസ്ക്. അയ്യോ എൻ്റെ പൊന്നെ, ഓടയിൽ അത് കുഴിയാണ്. എൻ്റെ ദൈവം, എക്സ്പ്രസ് താന്ന് പോയിട്ട. ഹസീബ് വളരെ മാന്യമായത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഹസീബ് നീ പിന്നെ പുറകെ പോകാൻ പറ്റില്ല, ചെളിയെറിക്കും. full power. Another small water cross. Yeah, again some rock drive. അടിച്ചിരിച്ചാണല്ലേ? ഇത് വേറും എൻ്റെ പോനോ. ഗൈസ്, വി ഗോട്ട് അനദർ ടാസ്ക്. ഒരു ഹെവി മരം, ഇതെന്തായാലും മാറ്റാൻ രക്ഷയില്ല. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള അവസാനത്തെ തടസ്സവും നമ്മൾ നീക്കി നമ്മൾ ആ നീലി വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലൊന്നും അധികം വണ്ടികളൊന്നും പോകാത്തതുകൊണ്ട് ഈ റോഡ് മുഴുവൻ കാടൊക്കെ പിടിച്ച് മൂടിപ്പോയ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. സോ ഫൈനലി നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ട് അപ്പോൾ ഹെൽമെറ്റും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് എല്ലാവരും ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് റിലാക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരത് നമ്മൾ ഈ നീലി വാട്ടർഫാളിൻ്റെ താഴെ ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന വഴി വരെയാണ് നമുക്ക് പോരാൻ പറ്റുള്ളൂ. പിന്നെ അപ്പുറത്തേക്ക് സൈലൻറ്റ് വാലിയാണ്. സോ നമുക്ക് കയറാനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മളതിലേക്ക് കയറുന്നില്ല. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇപ്പം മടുത്തിരിക്കുന്നതിൻ്റെ ക്ഷീണമൊക്കെ നമുക്ക് ഇതിലിറങ്ങി തീർക്കണം. ആ പൂള് പോലെ കിടക്കുന്ന അടിപൊളി. സൗണ്ട് ഇവിടെ കേൾക്കാം. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ. ഹസീബ്
നസീബാണ് കേട്ടോ വണ്ടി ഒരു ടയറിൽ പോണ ആള്. അതെ, ഇവർ നമ്മുടെ പുതിയ ആൾക്കാരാണ് കേട്ടോ. ഇവർ നമ്മൾ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. ഇവന്മാരാണ് ഈ സ്ഥലം, ഇവരുടെ വീടിൻ്റെ അടുത്താണ് അവർ. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത് മച്ചാൻ്റെ വീട്ടിലാണ്. അപ്പം താങ്ക് യു. അതെ, ഇവരൊക്കെ നമ്മുടെ ഇവിടെ വന്നതാണ് കേട്ടോ. എല്ലാവരും പൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ പോവാം. അറിയപ്പെടാത്ത സ്ഥലങ്ങൾ തേടിയുള്ള യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് തന്നെ ഒരു അറിയപ്പെടാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെയും അറിയപ്പെടാത്ത മറ്റൊരു സ്ഥലം കൂടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. എല്ലാവരുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നിങ്ങൾക്കത് എത്രമാത്രം കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ബട്ട് ദിസ് ഈസ് വൈൽഡ്. ബുക്ക് വെച്ചിട്ട് ഇതുപോലുള്ള ഓഫ് റോഡൊക്കെ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഷോക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് റിമ്മ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വഞ്ചർ 390 ആണ് കേട്ടോ ഞാൻ കയറ്റിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വണ്ടീനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം, അതല്ലെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നോർമൽ ഡ്യൂക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൽ ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കൂടെ ഒരു സ്റ്റോക്ക് ഡ്യൂക്ക് ഉണ്ട്. സോ അതിന് ചെറിയ പണികളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതി വേണം വരാനായിട്ട്. എന്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടോ? ബ്രിഡ്ജ് അല്ലേ? ഓ, അജീബ് തള്ളി കൊടുത്തു നോക്കാം. പോ അവിടെ നല്ല ഒഴുക്കുണ്ട്. കണ്ടാലോ, അവിടെ നല്ല ഒഴുക്കുണ്ട്. വണ്ടി അങ്ങോട്ട് നീങ്ങിപ്പോയി എൻ്റെ. ഞാൻ ആ ഈറ്റക്കാരൻ അങ്ങോട്ട് കയറിപ്പോയി. ഒഴുക്കില്ലേ? ഓ, ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയൊരു റിവർ ക്രോസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പൊന്ന്, അവിടെ നല്ല ഒഴുക്കാം. അവിടെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. മീൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് വേറെ ലെവൽ. നമ്മളിതിൻ്റെ മുന്നിലുള്ള സ്ഥലത്ത് ഇറങ്ങിയില്ലായിരുന്നു, നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നു, വെള്ളമൊക്കെ കിടക്കുന്നുണ്ടോ? ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ബ്രിഡ്ജ് നശിച്ചു പോയെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ബ്രിഡ്ജിലൂടെയാണ് അവിടെ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതാ വന്ന് അവന്മാർ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് സീനാണ് കേട്ടോ.
അയ്യോ കുഴപ്പമില്ലടാ ഇവക്ക് വെള്ളത്തിലിറങ്ങി സൂപ്പർ. ഇതുവരെ ഏറ്റവും വലിയ എത്തിയിരുന്നു വെള്ളത്തിന്റെ അടിയിലേക്ക്. അയ്യോ അതിവിടെ അധികം നല്ല ആളുണ്ട് കേട്ടോ. മികച്ചൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. നമ്മളിവിടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു തന്നെ വെള്ളം കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരു അടിപൊളി സെഷനായിരുന്നു കേട്ടോ. ഇപ്പോൾ ശരിക്കും ഈ സ്ഥലത്തോട് വരുവാണെങ്കിൽ പൊളിയായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു കിടിലൻ വീഴ്ചയാണ് കേട്ടോ നമ്മുടെ ഡ്യൂക്ക് വെള്ളത്തിലേക്ക്. എല്ലാവരും അതൊരു കോമഡി ആയിരുന്നു. അത്യാവശ്യം ഫുള്ള് വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച്. അപ്പോൾ സോ ഞാൻ എൻ്റെ ജാക്കറ്റ് എടുത്ത് പുറകോട്ട് വെച്ചു കേട്ടോ. കാരണം അത് ഫുള്ള് നനഞ്ഞ് ദൈവമേ. അപ്പോൾ ജാക്കറ്റ് എടുത്ത് പതുക്കെ പുറകോട്ട് മടക്കി കെട്ടി. ഞാൻ ജസ്റ്റ് ഒരു കൂട്ടിയിട്ട് വണ്ടി ഓടിക്കുകയാണ്. ബിക്കോസ് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം, നേരെ തിരിച്ചു പോകണം. യെസ്. മോശം വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ആ ഒരു വൈബ് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആദ്യം തന്നെ ഈ മലപ്പുറത്തെ പിള്ളേരോട് ഫസ്റ്റ് നന്ദി പറയണം. കാരണം ഇവന്മാർ ഫുൾ വൈബാണ് കേട്ടോ. ആ വൈബ് പിടിച്ച് നമ്മൾ വന്നുകൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ കയറാൻ പറ്റിയത്. പിന്നെ എന്താ പറയുക, എൻ്റെ വിഷ്വൽസ് എടുത്ത് നമ്മുടെ ജാഫർ, അതുപോലെ തന്നെ നമ്മുടെ അജീഷ്, എല്ലാവരും പൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് ഒരു കൂളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്ന് വീണ്ടും ഫുൾ എനർജി ആയിട്ടോ. അപ്പോൾ ഗൈസ്, ഇതുവരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് 1000 നന്ദി. നിങ്ങൾ പുതിയ സബ്സ്ക്രൈബറാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ ചാനലിൽ ഫുൾ ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് കേട്ടോ. അപ്പം ഗൈസ്, ഇന്ന് നമ്മൾ നേരെ കൊച്ചിയിലേക്കാണ്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ. ആകാശ് റൈഡ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ജാക്കറ്റ് മാറ്റിയെന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചെറിയൊരു നിക്കർ പ്ലസ് ഒരാസോൻ്റെ ബൂട്ട്, അങ്ങനെ ഉണ്ടാണ്. പൊളിയല്ലേ? അതാ ആ